ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതിയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി രാമായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഷ്കിന്ധാകാണ്ഡത്തിൽ 57-ാം സർഗമാണ് വ്യാഖ്യാനം പറയുന്നത്. സമ്പാദിയുടെ സംവാദം. ദക്ഷിണദിശയിലേക്ക് സീതാന്വേഷണത്തിന് പുറപ്പെട്ട ആ ഹനുമാൻ അംഗദൻ, ജാമ്പവാൻ തുടങ്ങിയ വാനര ശ്രേഷ്ഠരോടൊത്ത് വിന്ധ്യാടവിയിലൊക്കെ തിരഞ്ഞിട്ടും സീതയെ കണ്ടെത്താനായില്ല. മയൻ നിർമ്മിച്ച ഗുഹയിൽ ചുറ്റിത്തിരിഞ്ഞ് കാലം പോയതും അറിഞ്ഞില്ല. ഇനി അങ്ങോട്ട് ഘോരമായ സമുദ്രമാണ് മുന്നിൽ. സുഗ്രീവൻ നിശ്ചയിച്ച സമയം കഴിഞ്ഞുപോയി. സീതയെ കണ്ടു കിട്ടാതിരുന്നതിനാൽ തിരിച്ചു ചെന്നാൽ സുഗ്രീവൻ നമ്മെ വധിക്കും എന്നും ഉറപ്പാണ്. അതിനാൽ പുത്രധാരാദികളും വീടുമെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ തന്നെ നമുക്ക് പ്രായോപവേശം ചെയ്യാമെന്ന് ആ വാനരന്മാർ തമ്മിൽ പറഞ്ഞു. അംഗദനാണത് പറഞ്ഞത്. വാനര വീരന്മാരെല്ലാം സുഗ്രീവനെ നിന്ദിക്കുകയും ബാലിയെ പ്രശംസിക്കുകയും ചെയ്തുകൊണ്ട് അംഗദന്റെ ചുറ്റുമിരുന്ന് പ്രായോപവേശത്തിനൊരുങ്ങി. നിരാഹാരവ്രതത്തോടുകൂടി മരിക്കാൻ തയ്യാറായി കിടന്നു എന്നർത്ഥം. ശുദ്ധമായി ആചമനം ചെയ്തു അവർ സമുദ്രതീരത്തിൽ തെക്കോട്ട് തലയായി വിരിച്ച ദർഭയിൽ കിഴക്കോട്ട് തലവെച്ച് കിടന്നു. രാമന്റെ വനവാസം, ദശരഥന്റെ ചരമം, ജനസ്ഥാനത്ത് രാക്ഷസന്മാരെ വധിച്ചത്, ജടായു മരണം, സീതാപഹരണം, ബാലീവധം, രാമകോപം എന്നിവയെപ്പറ്റി അവർ പറഞ്ഞുകൊണ്ടിരുന്നു. വാനരന്മാരെല്ലാം വല്ലാതെ ഭയപ്പെട്ടു. ഏതൊരു പർവ്വത പ്രദേശത്താണോ സർവ്വവാനരന്മാരും പ്രായോപവേശത്തിനൊരുങ്ങിയത്, ആ ദേശത്തേക്ക് ഒരു ഗൃധ്രരാജാവ് വന്നെത്തി. ഒരു പക്ഷിശ്രേഷ്ഠൻ. സമ്പാദി എന്നു പേരായ ആ പക്ഷി ചിരഞ്ജീവിയും ജടായുവിൻ്റെ സഹോദരനും വിഖ്യാത ബലശാലിയുമാണ്. വിന്ധ്യമഹാപർവ്വതത്തിൻ്റെ ഗുഹയിൽ നിന്ന് പുറത്തു വന്ന ആ പക്ഷി അവിടെ കിടക്കുന്ന വാനരന്മാരെ കണ്ട് സന്തോഷം പൂണ്ടിങ്ങനെ പറഞ്ഞു: വളരെ കാലം കൂടി എൻ്റെ വിഹിതമായ ആഹാരം ഈശ്വരനാണ് എൻ്റെ അടുത്ത് എത്തിച്ചിരിക്കുന്നത്. മരിക്കുന്ന വാനരന്മാരെ ഓരോരുത്തരെയായി എനിക്ക് ഭക്ഷണമാക്കാം എന്ന് ആ പക്ഷി പറയുന്നത് കേട്ട് അംഗദൻ ഹനുമാനോട് ഇങ്ങനെ പറഞ്ഞു: സാക്ഷാൽ മൃത്യുദേവൻ തന്നെയാണ് ഈ ഗൃധ്രന്റെ വേഷത്തിൽ നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നത്. നമ്മയെല്ലാം ഈ പക്ഷി കൊത്തി വിഴുങ്ങും എന്ന് തന്നെ ഭയത്തോടുകൂടി അംഗദൻ പറയാണ്. ആ ജടായു എത്ര ഭാഗ്യവാനാണ്! ശ്രീരാമകാര്യത്തിന് വേണ്ടി തൻ്റെ ജീവൻ പോലും ബലികഴിച്ചു. പിന്നീട് രാമനാൽ സംസ്കരിക്കപ്പെട്ട് ഉത്തമമായ ഗതിയും നേടി. നമ്മെക്കൊണ്ട് ഒരു കാര്യവും കൃതമായില്ല. സീതയെ കണ്ടെത്താനോ അല്ലെ സുഗ്രീവന്റെ ആജ്ഞ പാലിക്കാനോ നമുക്ക് കഴിഞ്ഞില്ല. ഇങ്ങനെ ആ ജടായുവിനെ കുറിച്ച് വാനരന്മാർ പറയുന്നത് കേട്ട ആ പക്ഷിശ്രേഷ്ഠൻ സമ്പാദി: നിങ്ങൾ എന്താണ് ജടായുവിനെ കുറിച്ച് പറഞ്ഞത്? വളരെ നാൾ കഴിഞ്ഞാണ് ഞാൻ അനുജനായ ജടായുവിനെ കുറിച്ച് കേൾക്കുന്നത്. എനിക്ക് ജടായുവിനെ കുറിച്ച്, അനുജനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. വെയിലേറ്റ് ചിറകുകൾ കരിഞ്ഞ എനിക്ക് പറക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നെ ഈ പർവ്വതത്തിൽ നിന്നൊന്ന് ഇറക്കിത്തരാമോ എന്ന് ആ വാനരന്മാരോട് സമ്പാദി ചോദിച്ചു.
അഴൽ കൊണ്ട് ഇടറിയാണ് പറഞ്ഞതെങ്കിലും അവന്റെ പ്രവൃത്തിയിലുള്ള ശങ്ക കൊണ്ട് വാനരയൂഥപന്മാർ ആ വാക്ക് വിശ്വസിച്ചില്ല. വിശന്നു കരയുന്ന വിശപ്പ് കൊണ്ട് ആർത്തനായ പക്ഷി കൊത്തി തിന്നുമോ എല്ലാവരെയും എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ആ വാക്ക് വിശ്വസിച്ചില്ല. അങ്ങനെ പ്രായോപവിഷ്ടരായ പ്ലവങ്കവന്മാർ ഗൃധ്രനെ അവിടെ കണ്ടപ്പോൾ രൗദ്രമായ ഒരു ചിന്ത പൂണ്ടു. അവരിങ്ങനെ ചിന്തിച്ചു, ഇവൻ നമ്മളെയെല്ലാം തീർച്ചയായിട്ടും കൊത്തി തിന്നും. പ്രായോപവേശം ചെയ്യുന്ന ഞങ്ങളെയെല്ലാം ഇവൻ തിന്നുമെങ്കിൽ ഇവിടെ നിന്നു തന്നെ സിദ്ധി നേടി നമുക്കെല്ലാം കൃതാർത്ഥരാകാം എന്നാണ് അവർ ചിന്തിച്ചത്. ഇതായിരുന്നു ആ വാനര യൂഥപന്മാരുടെ എല്ലാം വിചാരം. പിന്നീട് അംഗദൻ ശൈലശൃംഗത്തിൽ നിന്ന് ആ ഗൃധ്രനെ താഴെ ഇറക്കി വെച്ചു. തൻ്റെ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി അംഗദൻ. എൻ്റെ പിതാമഹനും പ്രതാപവാനും പ്രാർത്ഥിവനുമായ ഋക്ഷരജസ് എന്നൊരു വാനരേന്ദ്രനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ധാർമ്മികരായ 2 പുത്രന്മാരുണ്ടായി. ബാലി സുഗ്രീവന്മാരായ ആ 2 പുത്രന്മാരും വലിയ ബലശാലികളാണ്. എൻ്റെ അച്ഛനായ ബാലി ലോകത്തിൽ വിശ്രുതമായ കർമ്മങ്ങളെല്ലാം ചെയ്ത് കീർത്തി നേടിയ രാജാവായിത്തീർന്നു. വാനരന്മാരുടെ രാജാ കൃഷ്ണസ്യ ജഗൽ ഇക്ഷ്വാകൂണം മഹാരഥ രാമോ ദാശരഥി ശ്രീമാൻ പ്രവിഷ്ടോ ദണ്ഡകാവനം. ഉലകിനെല്ലാം നാഥനായ ഇക്ഷ്വാകു വംശത്തിലെ മഹാരഥനും ദശരഥ നന്ദനനും ശ്രീമാനുമായ രാമൻ ദണ്ഡകവനത്തിൽ വന്നു. തമ്പിയായ ലക്ഷ്മണനോടും ഭാര്യയായ വൈദേഹിയോടും കൂടി അദ്ദേഹം അച്ഛൻ്റെ ആജ്ഞ കൈക്കൊണ്ട് ധർമ്മമാർഗത്തിൽ ചരിച്ചു. തസ്യ ഭാര്യ ജനസ്ഥാനാദ് രാവണേന ഹൃതാ ബലാൽ രാമസ്യ തു പിതുർമിത്രം ജടായുർനാമ ഗൃധ്രരാട് ദദർശ സീതാം വൈദേഹിം ഹ്രിയമാണാം വിഹായസ. രാവണം വിരഥം കൃത്വാ സ്ഥാപയിത്വാ ച മൈഥിലിം പരിശ്രാന്തശ്ച വൃദ്ധശ്ച രാവണേന ഹതൂരിണേ. ഏവം ഗൃധ്രോ ഹതസ്തേന രാവണേന ബലീയസാ സംസ്കൃതശ്ചാഭിരാമേണ ജഗാമഗതിമുത്തമാം. ലക്ഷ്മണനോടും ഭാര്യയായ സീതയോടും കൂടി ആ ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന ആ ശ്രീരാമന്റെ ഭാര്യയെ ജനസ്ഥാനത്തിൽ നിന്ന് രാവണൻ ബലമായി അപഹരിച്ചു. ആ ശ്രീരാമന്റെ അച്ഛനായ ദശരഥ മഹാരാജാവിന്റെ മിത്രമായ ജടായു ജാനകിയെ ആകാശത്തിലൂടെ കൊണ്ടുപോകുന്നത് കണ്ട് രക്ഷിക്കാനെത്തി. രാവണന്റെ തേര് തകർക്കുകയും വൈദേഹിയെ താഴെ ഇറക്കുകയും ചെയ്ത ആ വൃദ്ധനും പരിശ്രാന്തനുമായ ജടായു ഒടുവിൽ രാവണനാൽ കൊല്ലപ്പെട്ടു. പിന്നീട് രാവണനാൽ വധിക്കപ്പെട്ട ആ പക്ഷി ശ്രീരാമനാൽ സംസ്കരിക്കപ്പെട്ട് ഉത്തമമായ ഗതിയും നേടി. അനന്തരം രാഘവൻ എൻ്റെ പിതൃവ്യനും മഹാത്മാവുമായ സുഗ്രീവനോട് സഖ്യം ചെയ്തു. എൻ്റെ അച്ഛനായ ബാലിയെ വധിക്കുകയും ചെയ്തു. സുഗ്രീവന് വേണ്ടി എൻ്റെ അച്ഛനായ ബാലിയെ ശ്രീരാമൻ വധിച്ചു. മമ പിത്ര നിരുദ്ധോ ഹി സുഗ്രീവ സുജിവൈ സഹ നിഹത്യ ബാലിനം രാമസ്തതസ്തമഭിഷേചയൽ. എൻ്റെ അച്ഛനായ ബാലി സുഗ്രീവനെ മന്ത്രിമാരോടൊത്ത് പുറത്താക്കിയിരുന്നു. രാമൻ ബാലിയെ കൊന്ന് ആ സുഗ്രീവനെ വാഴിച്ചു രാജാവായിട്ട്. അദ്ദേഹം ആ വാനരേശ്വരനായ ആ സുഗ്രീവനെ നാട്ടിൽ വാഴിച്ചു ശ്രീരാമൻ. ശ്രീരാമൻ വാനരരാജാവായ സുഗ്രീവനെ നാട്ടിൽ വാഴിച്ചു. ആ വാനരനായകനായ സുഗ്രീവനാണ് ഞങ്ങളെ സീതാന്വേഷണത്തിനാക്കി ആജ്ഞാപിച്ചയച്ചത് എന്നെല്ലാം ആ വാനരന്മാര് സമ്പാദിയോട് പറഞ്ഞു. ഏവം രാമപ്രയുക്താസ്തു മാർഗമാണസ്തതസ്തദാ വൈദേഹിം നാദിഗച്ഛാമോ രാത്രോ സൂര്യപ്രഭാമിവ. ഇങ്ങനെ രാമനിയോഗത്താൽ അങ്ങുമിങ്ങും തിരഞ്ഞിട്ടും ഞങ്ങൾ ആ വൈദേഹിയെ കണ്ടെത്തിയില്ല. തേ വയം ദണ്ഡകാരണ്യം വിചിത്രസു സമാഹിതാ അജ്ഞാനാത്തോ പ്രവിഷ്ടാസ്മ ധരണ്യാ വിവൃതം ബിലം. ദണ്ഡകാരണ്യത്തിലെങ്ങും സശ്രദ്ധം തിരഞ്ഞ ഞങ്ങളെല്ലാം തുറന്നു കിടക്കുന്ന ഒരു മടയ്ക്കുള്ളിൽ ചെന്നുപെട്ടു, ഒരു ഗുഹയ്ക്കുള്ളിൽ ചെന്നുപെട്ടു.
മയസ്യ മായാവിഹിതം തൽബിലം ച വിജിന്വതാം വ്യതീതസ്തത്ര നോ മാസോ യോ രാജ്ഞാസമയകൃതാം. മയമായ നിർമ്മിതമായ മയൻ എന്ന അസുരനാൽ നിർമ്മിച്ച ആ ബിലത്തിൽ ഞങ്ങൾ സീതയെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ആ രാജാവായ സുഗ്രീവൻ തന്നിരുന്ന അവധി കഴിഞ്ഞുപോയി, സമയം. വയം കവിരാജസ്യ സർവേ വചനകാരിണ കൃതാം സംസ്ഥാമതിക്രാന്ത ഭയാൽ പ്രായമുപാസിത. കവിരാജാവിൻ്റെ ആജ്ഞാനുവർത്തികളായ ഞങ്ങൾ ഏവരും വ്യവസ്ഥാലംഘനം മൂലം പേടിച്ച് പ്രായോപവിഷ്ടരായതാണ്. സമയം തെറ്റി ചെന്നു കഴിഞ്ഞാൽ സുഗ്രീവൻ വധിക്കുമെന്ന് ഉറപ്പാണ്. തിരിച്ചു പോകാനുള്ള ഭയം കൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ മരിക്കാൻ തയ്യാറായതാണെന്ന് ആ വാനരന്മാർ പറയാണ്. ക്രുദ്ധേ തസ്മിൻസ്തു സുഗ്രീവേ കാകുത്സ്ഥേച സലക്ഷ്മണേ പ്രധാനാമപി സർവേഷാം തത്ര നോ നാസ്തി ജീവിതം. ആ രാമലക്ഷ്മണന്മാരും സുഗ്രീവനും കോപിച്ചാൽ അവിടെ ചെന്നാലും ഞങ്ങളുടെ ജീവൻ പോകുമെന്ന് നിശ്ചയമാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ ഞങ്ങൾ പ്രായോപവേശം ചെയ്ത് മരിക്കാൻ തയ്യാറായതാണെന്ന് ആ വാനരന്മാർ സമ്പാദിയോട് പറഞ്ഞു. ഇനി സമ്പാദി അവരോട് എന്താണ് പറയുന്നതെന്ന് 58-ാം സർഗത്തിൽ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീരാമചന്ദ്രാശരണം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ന്യായേന മാർഗേണ മഹീം മഹേഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.